പ്രണയത്തിൻ്റെ സ്ത്രീ മനഃശാസ്ത്രത്തെ അതുല്യമാക്കുന്നത് എന്താണ്? സ്ത്രീകൾ എങ്ങനെയാണ് പ്രണയത്തിലാകുന്നത്? നിങ്ങളെപ്പോഴെങ്കിലും പ്രണയത്തിലായിട്ടുണ്ടെങ്കിൽ അത് ഒരു അത്ഭുതകരമായ പ്രക്രിയയാണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ പിന്നിലെ ശാസ്ത്രം കൂടുതൽ ആകർഷകമാണ്. പ്രണയം സംഭവിക്കാൻ കാരണമെന്താണെന്ന് അറിയുന്നത് ന്യൂറോ സയൻസ്, ബയോകെമിസ്ട്രി, മനഃശാസ്ത്രം എന്നിവയിലെ രസകരമായ ഒരു പഠനമാണ്. ശാസ്ത്രത്തിന് പുറമെ ഇവിടെ വളരെയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രണയത്തിൻ്റെ അടിസ്ഥാന മെക്കാനിക്സ് മനസ്സിലാക്കുന്നത് അവിശ്വസനീയമാം വിധം രസകരവും നമ്മുടെ സാമൂഹികവും പ്രണയപരവുമായ ജീവിതങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗപ്രദവുമാണ്. ഒരു സ്ത്രീ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും അവളുടെ മസ്തിഷ്കം കാര്യങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. സ്ത്രീ പ്രണയത്തിൽ ഡോപ്പമിൻ, ഓക്സിറ്റോക്സിൻ, നോറെപ്രിനെഫ്രിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ സങ്കീർണമായ ഇടപെടൽ ഉൾപ്പെടുന്നു. ഇത് ആനന്ദം, അടുപ്പം, ശ്രദ്ധ എന്നിവയുടെ വികാരങ്ങൾ വളർത്തുന്നു. സുരക്ഷിതത്വം, ഉത്കണ്ഠ, നിരസിക്കൽ, ഭയം എന്നിവയുൾപ്പെടെയുള്ള അറ്റാച്ച്മെന്റ് ശൈലികൾ സ്ത്രീകൾ പ്രണയവും ബന്ധങ്ങളും എങ്ങനെ അനുഭവിക്കുന്നു എന്നതിനെ സാരമായി സ്വാധീനിക്കുന്നു. പ്രണയത്തിൻ്റെ ജൈവശാസ്ത്രപരവും മനഃശാസ്ത്രപരവുമായ വശങ്ങൾ മനസ്സിലാക്കുന്നത് പ്രണയബന്ധങ്ങളിലെ ബന്ധവും പൊരുത്തവും വർദ്ധിപ്പിക്കും. പ്രണയമെന്നത് ഒരു കൂട്ടം രാസവസ്തുക്കളുടെ കൂട്ടമല്ല, എന്നാൽ മറ്റുള്ളവരെക്കുറിച്ച് നമുക്ക് തോന്നുന്ന വികാരങ്ങളിൽ തലച്ചോറിൻ്റെ രസതന്ത്രം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നമുക്ക് നല്ല കാര്യങ്ങൾ തോന്നുമ്പോൾ സാധാരണയായി ധാരാളം ഡോപ്പമിൻ ഉൾപ്പെടും. സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ പ്രണയം ഉൾപ്പെടെ ഏത് തരത്തിലുള്ള ആനന്ദവും അനുഭവപ്പെടുമ്പോൾ തലച്ചോറ് പുറത്തുവിടുന്ന രാസവസ്തുവാണ് ഡോപ്പമിൻ. ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവും ഡോപ്പമൈൻ വർദ്ധിപ്പിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിക്കുന്നത് കൊണ്ടാണ് പ്രണയത്തിലായ ഒരാളുടെ അടുത്തായിരിക്കുമ്പോൾ ആളുകൾ വിയർക്കുന്നത്. പ്രണയം പുതിയതായിരിക്കുമ്പോൾ ആളുകൾക്ക് ലൈംഗികാസക്തി കൂടുതലാകുന്നതും അതുകൊണ്ടാണ്. സ്ത്രീകൾ പ്രണയത്തിലാകുമ്പോൾ അവരുടെ ശരീരത്തിൽ നോറെപ്രിനെഫ്രിൻ, ഫിനൈൽ എത്തിലാമൈൻ എന്നിവയും ഉൽപ്പാദിക്കപ്പെടുന്നു. ഇവ ഒരു പ്രത്യേകതരം ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഒരുതരം ആനന്ദബോധം സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് സ്ത്രീകൾ പലപ്പോഴും പ്രണയത്തിലാകുമ്പോൾ മറ്റ് കാര്യങ്ങൾ ഒഴിവാക്കി ഒരു പുരുഷനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു ടെക്സ്റ്റ് സന്ദേശത്തിനായി കാത്തിരിക്കുമ്പോൾ അധികം ജാഗ്രത അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഉറങ്ങാനോ മറ്റാരെങ്കിലും കുറിച്ച് ചിന്തിക്കാനോ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനം ഓക്സിറ്റോക്സിനാണ്. ആലിംഗനം സമയത്തും ലൈംഗിക ബന്ധത്തിലും ഉൾപ്പെടെ വിവിധ ഘട്ടങ്ങളിൽ ഓക്സിറ്റോക്സിൻ പുറത്തുവിടുന്നു. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇത് ഉൽപ്പാദിപ്പിക്കും. രതിമൂർച്ച സമയത്ത് പുരുഷന്മാർ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പകരം നമുക്ക് ഡോപ്പമൈൻ ധാരാളമായി ലഭിക്കുന്നു. അതുകൊണ്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് മാത്രം നമ്മൾ ഒരാളുമായി പ്രണയത്തിലാകാനുള്ള സാധ്യത കുറയുന്നത്. ഓക്സിറ്റോക്സിൻ വൈകാരിക തടസ്സങ്ങൾ തകർക്കുന്നു, ആളുകളെ സുഖകരരാക്കുകയും അവരുടെ ജാഗ്രത ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ മറ്റൊരാളുമായി പ്രണയത്തിലാകുമ്പോൾ നമുക്ക് തോന്നുന്ന ആ അടുപ്പം സൃഷ്ടിക്കുന്നത് ഓക്സിറ്റോക്സിൻ ആണ്. അവർ അടുത്തില്ലാത്തപ്പോൾ നിങ്ങൾ അത്രയധികം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിനാൽ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റിംഗ് നടത്തുന്ന വ്യക്തിയോട് ചിലപ്പോൾ
ആസക്തി തോന്നുന്നത്. അതുകൊണ്ടാണ് വേർപിരിയലുകൾ ക്രൂരമാകുന്നത്.